അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രബോധനത്തിന് തടയായി നിൽക്കാൻ വേണ്ടി അബൂ താലിബിനെ അവർ ആവശ്യപ്പെട്ടു. നിങ്ങൾ മുഹമ്മദിനെ സഹായിക്കാൻ പാടില്ല, മുഹമ്മദിനെ തടയണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലെങ്കിൽ മുഹമ്മദിനെ നമ്മെ ഏൽപ്പിച്ചു തരണം, നാം മുഹമ്മദിനെ വകവരുത്തും എന്ന് പറഞ്ഞു. പക്ഷേ അബൂ താലിബ് അതിന് സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല, അബൂ താലിബ് ബനൂ മുത്തലിബ് ബനൂ ഹാഷിംകാരോട് പറഞ്ഞു, ശത്രുക്കളുടെ ഷർറിൽ നിന്ന് മുഹമ്മദിനെ നമ്മൾ കാത്തോളണം എന്ന് പറഞ്ഞു. അതും അവർക്ക് സാധിച്ചില്ല, അബൂ താലിബിൽ നിന്ന് അവർക്ക് കിട്ടിയില്ല എന്നാകുമ്പോൾ അവർ 3 വർഷം ബഹിഷ്കരിച്ചു. അബൂ താലിബ് അടക്കമുള്ള ഖദീജത്തുൽ കുബ്ര അടക്കമുള്ള സർവ്വ സ്വഹാബത്തിനെയും റസൂലുള്ളാഹി തങ്ങളെയും അവർ ബഹിഷ്കരിച്ച് 3 കൊല്ലം അവർ പ്രയാസപ്പെട്ടു. ഇങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ അവർ അടങ്ങിയിറാക്കി. മാത്രമല്ല അതുകൊണ്ടൊന്നും റസൂലുള്ളാഹി തങ്ങൾ പിന്മാറുകയും ചെയ്തില്ല. ബഅസു ഇലൈഹി സഫീറുഹും യുഅരിദു അലൈഹി ഉമൂറൻ മിൻ മതാലിബിദ് ദുനിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അവരൊരു ദൂതനെ അയച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾക്ക് എന്തെങ്കിലും കൊതിയുണ്ടെങ്കിൽ ആ കൊതി പോലെ ചെയ്യാം, ഈ പ്രബോധനത്തിന് പിന്നിൽ എന്തെങ്കിലും അധികാരമോ സമ്പത്തോ അതാണോ കൊതിയെങ്കിൽ അതുപോലെ ചെയ്യാം എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി തങ്ങളെ ആഗ്രഹിപ്പിക്കാൻ വേണ്ടി വന്നു. വലാകിന്നഹു ലം യഖ്ബൽ ഷൈഅൻ മിൻഹാ. റസൂലുള്ളാഹി തങ്ങൾ അവർ പറഞ്ഞ ഒന്നും സ്വീകരിച്ചില്ല. ബൽ റദ്ദ സഫീറ കമാ തഖദ്ദമ മുഅജ്ജിമാൻ മഅഖൂദൻ ബി ബലാഗത്തിൽ ഖുർആൻ. ആ വന്ന ആളെ പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് അദ്ദേഹത്തെ തിരിച്ചു മടക്കിപ്പോയി. അതിലും അവർ പരാജയപ്പെട്ടു. പിന്നീട് അവർ മദീനയിലെ നളർ ബിൻ ഹാരിസ് ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് എന്ന ആളെ അവർ അയക്കുകയും ആ അയച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് യഹൂദികളോട് ചോദിക്കാൻ വേണ്ടി, റസൂലുള്ളാഹി തങ്ങളോട് യഹൂദികൾ ചോദിക്കാൻ വേണ്ടി ചില ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി അയച്ചു കൊടുത്തു. റസൂലുള്ളാഹി തങ്ങളോട് അവർ ചോദിക്കുകയാണ് 3 കാര്യം. ഒന്ന് അസ്ഹാബുൽ കഹഫിനെ സംബന്ധിച്ച്, മറ്റൊന്ന് ദുൽഖർനൈൻ ഇമാമിനെ സംബന്ധിച്ച്, മറ്റൊന്ന് റൂഹന് ആത്മാവിനെ സംബന്ധിച്ച്. ഈ 3 കാര്യത്തിന് മറുപടി പറഞ്ഞെങ്കിൽ ആ മുഹമ്മദ് നബിയുമാണ് റസൂലാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. അതേ സമയത്ത് മറുപടി പറഞ്ഞില്ലെങ്കിലോ ആളിങ്ങനെ വായി കൊണ്ട് പറഞ്ഞു നടക്കല്ലാതെ യഥാർത്ഥത്തിൽ പ്രവാചകനല്ല എന്നത് ഉറപ്പാകും. അങ്ങനെ അവർ ചോദിച്ചപ്പോൾ ഫനസല അലൈഹി മിനൽ ഖുർആനി മാ ഹുവ ജവാബുൻ കാഫിൻ അൻ അസ്ഇലതിഹിം. അവരുടെ ചോദ്യത്തിന് മറുപടിയാകുന്ന, ചോദ്യത്തിന് മതിയാകുന്ന മറുപടി വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റസൂലുള്ളാഹിക്ക് അറിയിച്ചു കൊടുത്തപ്പോൾ അതിലും അവർ പരാജയപ്പെട്ടു. പിന്നീട് അവർ വന്നതെങ്ങനെ? അവർ വന്നു പറഞ്ഞു, യാ മുഹമ്മദ് ഹലുമ്മ ഫനഅബ്ദു മാ തഅബ്ദു. നീ ഇങ്ങോട്ട് വാ, നമ്മൾ ആരാധിക്കാം, നീ ആരാധിക്കുന്ന അള്ളാഹുവിനെ നമ്മൾ ആരാധിക്കാം. എന്നാൽ നമ്മൾ ആരാധിക്കുന്ന അള്ളാഹുവിനെ നീ ആരാധിക്കണം. എന്നാൽ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാമല്ലോ, നമ്മുടെ ഇലാഹിനേക്കാൾ നിൻ്റെ ഇലാഹാണ് ഏറ്റവും ശ്രേഷ്ഠതമെങ്കിൽ നമ്മളെല്ലാം ഒഴിവാക്കി നിൻ്റെ ഇലാഹിലേക്ക് വരും. ഇനി അതല്ല, നിൻ്റെ ഇലാഹിനേക്കാൾ നമ്മുടെ ഇലാഹാണ് ഏറ്റവും ശ്രേഷ്ഠതമെങ്കിൽ നീ എല്ലാം ഒഴിവാക്കി നമ്മുടെ ഇലാഹിലേക്ക് മടങ്ങി വരണം എന്ന് പറഞ്ഞപ്പോൾ ഖുർആൻ അല്ലാഹു ആയത്തിറക്കി, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅബുദു മാ തഅബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅബുദു വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. ഖുൽ നബിയെ തങ്ങൾ പറയുക, യാ അയ്യുഹൽ കാഫിറൂൻ, ഓ സത്യനിഷേധികളെ, ലാ അഅബുദു മാ തഅബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്ന ഒരു വസ്തുവിനെ ഞാൻ ആരാധിക്കുകയില്ല. വലാ അൻതും ആബിദൂന മാ അഅബുദു, ഞാൻ ആരാധിച്ചിരുന്ന വസ്തുവിനെ നിങ്ങൾ ഇതുവരെ ആരാധിച്ചിട്ടുമില്ല, നിങ്ങൾ ആരാധിക്കുകയില്ല. വലാ അന ആബിദും മാ അബദ്തും, എന്നാൽ നിങ്ങൾ ആരാധിച്ച വസ്തുവിനെ ഞാൻ ഇനി ആരാധിക്കുകയുമില്ല, ഇതുവരെ ആരാധിച്ചിട്ടില്ല, ഇനിയും ആരാധിക്കുകയില്ല. വലാ അൻതും ആബിദൂന മാ അഅബുദു, ഞാൻ ആരാധിക്കുന്ന വസ്തുവിനെ നിങ്ങളും ആരാധിച്ചിട്ടില്ല. അതുകൊണ്ട് ലക്കും ദീനുക്കും വലിയ ദീൻ, ഇന്നേ വരെ നമ്മൾ എങ്ങനെ നീങ്ങിയിട്ടുണ്ടോ, നിങ്ങളെ ഇലാഹിനെ നിങ്ങൾ ആരാധിച്ചു, നമ്മുടെ ഇലാഹിനെ ഞാൻ ആരാധിച്ചു. നിങ്ങളെ ഇലാഹിനെ ഞാൻ ആരാധിക്കാൻ വന്നിട്ടില്ല, ഇനി വരികയില്ല. അതേ സമയത്ത് നിങ്ങളോ നമ്മുടെ ഇലാഹിനെ ഇതുവരെ ആരാധിക്കാൻ വന്നിട്ടില്ല,
ഇനി നിങ്ങൾ വരികയും ഇല്ല എന്ന് പറഞ്ഞ ഒരു വാർണിംഗ് ആണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, നമുക്ക് നമ്മുടെ മതം എന്നിങ്ങനെ വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ കാഫിറൂൻ ഇറക്കി കൊടുത്തു. അപ്പോൾ അതിലും അവർ പരാജയപ്പെട്ടു. പിന്നെ അവർ വന്നത് ത്വലബൂ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അൻ യൻസിഅ മിനൽ ഖുർആനി മാ യഗീദുഹും മിനൽ വഈദി വദമ്മിൽ ഔസാൻ. പിന്നെ ഏതായാലും മുഹമ്മദ് നബിയെ നിങ്ങൾ പ്രബോധനം നടത്തുന്നതിന് വിരോധമൊന്നുമില്ല, പക്ഷേ നിങ്ങളുടെ ഖുർആനിൽ നമ്മുടെ ഇലാഹിനെ കുറിച്ച് ആക്ഷേപിക്കുന്ന ആ വരികൾ നിങ്ങൾ കളയണം. നിങ്ങൾ ആക്ഷേപിക്കുന്ന, നമ്മളെ ദേഷ്യപ്പെടുത്തുന്ന ആ ഇലാഹിനെ സംബന്ധിച്ച് പറഞ്ഞ അതിനെ കളയണം. അതായത് കൃത്രിമമായി ഇലാഹിനെ ഉണ്ടാക്കി, മരത്തിൻ്റെയോ കല്ലിൻ്റെയോ ഇലാഹിനെ ഉണ്ടാക്കി അവർ പൂജിക്കുന്നത് മഹാ തെറ്റാണത്. യഥാർത്ഥത്തിൽ അള്ളാഹുവാണ് അതിനെല്ലാം പടച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുമ്പോൾ അതവർക്ക് പറ്റുന്നില്ല. അഥവാ അതിനെ കളയണം, ഖുർആനിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു അറക്കുന്നു. അള്ളാഹു പറയുന്നു, ഖുൽ മാ യകൂനു ലി അൻ ഉബദ്ദിലഹു, ഓ മുഹമ്മദ് നബിയെ തങ്ങൾ പറയുക, ഖുൽ മാ യകൂനു ലി അൻ ഉബദ്ദിലഹു, എനിക്കില്ല അധികാരം, അൻ ഉബദ്ദിലഹു അതിനെ പകരമാക്കാൻ, അതിനെ നീക്കിയിട്ട് മറ്റൊന്ന് വെക്കാൻ എനിക്കധികാരമില്ല. ഖുർആനിൻ്റെ ഒരു ആയത്തിനെയോ ഒരു കലിമത്തിനെയോ മാറ്റിവെക്കാൻ എനിക്കധികാരമില്ല. മിൻ തിൽഖാഇ നഫ്സി, എൻ്റെ സ്വന്തം നഫ്സിൻ്റെ ഭാഗത്തിലൂടെ എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ അതിനെ മാറ്റാൻ എനിക്കധികാരമില്ല. ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ, ഞാൻ എനിക്ക് വഹി അറിയിക്കപ്പെട്ട ഒന്നിനെ അല്ലാതെ ഞാൻ പിൻപറ്റുന്നുമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ പിൻപറ്റി പോയാൽ എനിക്ക് മഹ്ശറയെ എനിക്ക് പേടിയുണ്ട് എന്ന അർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്തു. അതിലും അവർ പരാജയപ്പെട്ടു. പിന്നെയും റസൂലുള്ളാഹിന്റെ അടുത്തവർ എന്താ ആളയച്ചു പറഞ്ഞത്? ത്വലബൂ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അയ്യതുറദ മിൻ മജ്ലിസിഹിൽ ഫുഖറാ വൽ മസാകിൻ വൽ മുസ്തദഅഫീൻ. റസൂലുള്ളാഹി തങ്ങളുടെ മജ്ലിസിലുള്ള പാവപ്പെട്ടവരായ, ഫുഖറായ, മിസ്കീന്മാരായ, ഏറ്റവും സാധുക്കളായ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ ഖബ്ബാബ് ബിൻ അറത്ത്, അമ്മാർ റളിയല്ലാഹു അൻഹു, സുഹൈബ് റളിയല്ലാഹു അൻഹു പോലത്തെ മഹാന്മാർ, റസൂലുള്ളാഹിനെ കുടഞ്ഞ് ജീവിക്കുന്ന ആളുകൾ, അവരെ ഒന്ന് പുറത്താക്കണം. ഹത്താ യുജാലിസുഹും വയസ്തമിഉ, ഈ ധിക്കാരികളായ ആളുകൾ റസൂലുള്ളാഹിനെ കൂടുന്ന് ഇരുന്ന് റസൂലുള്ളാഹിൻ്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടി ആ സമയത്ത് അവരെ ഒഴിവാക്കിക്കൊണ്ട് ഇവരെ ഇരുത്തണമെന്ന് പറഞ്ഞ വാക്കിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെട്ടെന്ന് ചിന്തിച്ചു പോയി. അവർ ഇസ്ലാമിലേക്ക് വന്നാലോ, തൽക്കാലം ഇവരെ മാറ്റി നിർത്തി പിന്നെ ഇവരെ സ്വീകരിക്കാലോ എന്ന് പറഞ്ഞപ്പോൾ ഫഖാലല്ലാഹു ലിറസൂലിഹി, അള്ളാഹു ഉടൻ തന്നെ ആയത്തിറക്കി, വലാ തത്റുദില്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശി യുരീദൂന വജ്ഹഹു മാ അലൈക മിൻ ഹിസാബിഹിം മിൻ ഷൈഇ വലാ തത്റുദില്ലദീന, ഓ നബിയെ തങ്ങൾ അവരെ ഒഴിവാക്കരുത്. എങ്ങനത്തെവരാണവർ? തങ്ങളെ കൂടെ ഉള്ളവർ യദ്ഊന റബ്ബഹും, അവരുടെ റബ്ബിനെ അവർ ആരാധിക്കുകയാണ്, ബിൽ ഗദാത്തി വൽ അശി, രാവിലെയും വൈകുന്നേരവും, യുരീദൂന വജ്ഹഹു, അവരുടെ ആരാധനയിൽ അള്ളാഹുവിൻ്റെ വജ്ഹല്ലാതെ, അള്ളാഹുവിൻ്റെ തൃപ്തിയല്ലാതെ മറ്റൊന്നും അവരിലില്ല. അങ്ങനെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന വിഭാഗത്തെ തങ്ങൾ മാറ്റി നിർത്തരുത്. ഈ ധിക്കാരികളായ, താൽക്കാലികം സുഖത്തിന് വേണ്ടി തങ്ങളെ ആഗ്രഹിപ്പിക്കാൻ വേണ്ടി വന്ന ആളുകളെ കരുതിയും കൊണ്ട് തങ്ങളെക്കുടൻ എല്ലാ പ്രയാസങ്ങളും കഷ്ടങ്ങളും എല്ലാ നഷ്ടങ്ങൾക്കും സാക്ഷിയായ തങ്ങളെക്കൂടെ ജീവിച്ച സ്വഹാബത്തിനെ തങ്ങൾ ഒഴിവാക്കരുത്. മാ അലൈക മിൻ ഹിസാബിഹിം മിൻ ഷൈഇ, അവരുടെ കുറിച്ച് ഒന്നും തങ്ങളോട് ചോദിക്കൂല. വമാ മിൻ ഹിസാബിഹിം ഇസാബിക അലൈഹിം, അവരോട് തങ്ങളെക്കുറിച്ച് ഒന്നും ചോദിക്കൂല. മിൻ ഷൈഇൻ, ഒരു വസ്തുവും ചോദിക്കൂല. അതുകൊണ്ട് അവരും തങ്ങളുമായിട്ടൊരു ബന്ധം വേണ്ട. ഫതത്റുദഹും, തങ്ങളവരെ ഒഴിവാക്കുന്നത് വേണ്ട. ഫതകൂന മിനൽ ളാലിമീൻ, അങ്ങനെ ഒഴിവാക്കിയാൽ തങ്ങൾ അക്രമികളായി പോകും. അതുകൊണ്ട് നബിയെ ഒഴിവാക്കരുത് എന്നിങ്ങനെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. എന്ത് പറഞ്ഞാലും അവരുടെ എന്തെല്ലാം കുതന്ത്രങ്ങൾ മെനഞ്ഞു നോക്കി, ഒരു കുതന്ത്രങ്ങളും പടച്ചവൻ വിട്ടില്ല, എല്ലാം നിഷ്ഫലമാക്കി. അവരുടെ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടായിരുന്നു, ആ ആഗ്രഹങ്ങളെല്ലാം അല്ലാഹു തആല നിഷ്ഫലമാക്കി കളഞ്ഞു. ആ റസൂലുള്ളാഹി തങ്ങളുടെ ഒരു കാര്യത്തിനും റസൂലുള്ളാഹിനെ വിട്ടുകൊടുക്കാൻ അബൂ താലിബ് തുണിഞ്ഞില്ല എന്ന് മാത്രമല്ല
റസൂലുള്ളാഹി തങ്ങളെ പല വിധത്തിലും അവരുടെ ആഗ്രഹം പോലെ റസൂലുള്ളാഹിനെ നടത്താൻ വേണ്ടി, റസൂലുള്ളാഹിനെ യൂസ് ചെയ്യാൻ വേണ്ടി, ഉപയോഗിക്കാൻ വേണ്ടി, അവരുടെ ആഗ്രഹം പോലെ റസൂലുള്ളാഹിനെ ഉപയോഗിക്കാൻ വേണ്ടി അവർ പലതും ശ്രമിച്ചു നോക്കി. ഒന്നും റസൂലുള്ളാഹി സമ്മതിച്ചു കൊടുത്തില്ല. ഹക്കിൽ മാത്രം ഉറച്ചു നിന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ.